കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ജിസ്മോളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള താമസിക്കുന്ന ഒരു അയൽവക്കക്കാരി പറഞ്ഞൊരു കാര്യമാണ്. അന്നത്തെ ദിവസം ആ ഒരു സംഭവം നടക്കുന്നതിൻ്റെ അന്ന് ഈ ഒരു വീട്ടുകാരി ഉണ്ടെങ്കിൽ വെളിയിലിറങ്ങിയ സമയത്ത് അവരെ വീട്ടിൽ നിന്ന് ഈ ഒരു വേലക്കാരി കരഞ്ഞുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി വരുന്നതായിട്ടും ആ ഒരു സമയത്ത് ജിസ്മോളുടെ ഭർത്താവ് പിറവെ വന്ന് വിളിച്ചിട്ട് സംസാരിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ജിസ്മോളുടെ ഭർത്താവ് തിരിച്ചു കയറി പോയ സമയത്ത് ഈ ഒരു അയൽവക്കത്തുള്ള ഒരു ചേച്ചി ഉണ്ടെങ്കിൽ ഈ ഒരു വേലക്കാരി എടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് കരഞ്ഞുകൊണ്ട് വന്നേ എന്ന് ചോദിച്ച സമയത്ത് പുള്ളിക്കാരി പറഞ്ഞു അങ്ങനെയൊന്നും ഞാൻ കരഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വേലക്കാരി ആയിട്ടുള്ള ആ ഒരു സ്ത്രീയെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികൾ കുറേ നേരമായിട്ട് അവിടെ കരയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, എന്തായിരുന്നു കുട്ടികൾ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേന് ഇവർ പറഞ്ഞൊരു കാര്യം, ഇല്ല അത് അമ്മ ഉറങ്ങുവാണ് അതുകൊണ്ടാണ് കുട്ടികൾ കരയുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു അടുത്ത ചേച്ചിയെടുത്ത് പറഞ്ഞിട്ട് ആ ഒരു ജോലിക്കാരി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇഷ്യൂവിൽ ഭയങ്കരമായിട്ട് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ് കുറേയധികം വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡൗട്ട് ആ ഒരു അയൽവക്കത്തെ ആ ഒരു ചേച്ചി പറയുന്ന കാര്യവും വീഡിയോ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വേലക്കാരി അവിടെ വന്ന സമയത്ത് വേലക്കാരി പറഞ്ഞൊരു കാര്യം, അവിടെ വന്ന സമയത്ത് ജിസ്മോളാണ് ഇന്ന് ജോലിയില്ല പൊയ്ക്കോളൂ എന്ന് പറഞ്ഞതായിട്ടാണ് വേലക്കാരി പറഞ്ഞിട്ടുള്ളത്, മീഡിയാസിൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് സത്യമാണോ എന്നുള്ളൊരു കാര്യത്തിലാണ് ഭയങ്കരമായിട്ട് ഡൗട്ട് ആൾക്കാർക്കുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ആ ഒരു വീട്ടിൽ ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നു എന്ന് പറയുമ്പോഴത്തേന് എന്തൊക്കെയോ ആ ഒരു വേലക്കാരി അവിടെ കണ്ടിട്ടുണ്ട്. അത് പുറത്ത് പറയാൻ പേടിക്കുന്നതാണോ എന്നുള്ളൊരു കാര്യത്തിലാണ് ആൾക്കാർക്ക് ഡൗട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീട്ടുകാരുടെ കാര്യം പറഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് സ്വാധീനമുള്ള ഭയങ്കര പൈസക്കാരായിട്ടുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ അവർക്ക് ഇതെന്ത് വേണമെങ്കിലും മറച്ചു വെക്കാൻ അവർ വിചാരിച്ചാൽ സാധിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു വീട്ടിൽ ജോലിക്ക് വരുന്ന ഇവരെ ഇതേ രീതിയിൽ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ജോലിയോ അല്ലെങ്കിൽ ഇവർക്കത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ അവർ ചെയ്യാം. അതുകൊണ്ടാണോ സത്യങ്ങൾ മറച്ചു വെക്കുന്നതെന്നുള്ളൊരു കാര്യത്തിൽ എല്ലാവർക്കും ഡൗട്ടുണ്ട്. അന്ന് ചെന്ന ദിവസം ആ ഒരു വീട്ടിൽ ജിസ്മോൾ ജീവനോടുണ്ടോ ഇല്ലയോ എന്ന് തന്നെ ഈ ഒരു വേലക്കാരിക്ക് അറിയാം. ഒരു പക്ഷേ അന്ന് തന്നെ ജിസ്മോൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ടാണോ കരഞ്ഞുകൊണ്ട് ഇറങ്ങിയേ എന്നുള്ളൊരു കാര്യത്തിലും ഡൗട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുട്ടികളുടെ കാര്യം നമ്മളെല്ലാം കുറേയധികം വീഡിയോസിൽ അല്ലെങ്കിൽ ആ ഒരു അയൽവക്കക്കാർ നാട്ടുകാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള അവിടുത്തെ ആ ഒരു ജിസ്മോളുടെ ഭർത്താവിൻ്റെ അമ്മ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ജിസ്മോളെയൊക്കെ അപമാനിക്കുമായിരുന്നു. പ്രത്യേകിച്ച് കളറിൻ്റെ രീതിയിലായിരുന്നു അപമാനിച്ചിട്ടുണ്ടായിരുന്നു. നിൻ്റെ കളർ കാണാൻ കൊള്ളാത്ത, നീ എന്തിന് കൊള്ളാം, നീ എൻ്റെ മകന് ചേർന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കളിയാക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മാനസികമായിട്ടൊക്കെ. അതുപോലെ തന്നെ ജിസ്മോളുടെ ഭർത്താവിൻ്റെ സഹോദരി ഇതേ കണക്ക് തന്നെ അമ്മയോട് കൂടെ ചേർന്ന് നിന്നിട്ട് ജിസ്മോളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. ഉപദ്രവം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഇതെല്ലാവരും അവിടെയുള്ള നാട്ടുകാരൊക്കെ പറയുന്നതാണ്, അവർക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ജിസ്മോളുടെ അച്ഛനും സഹോദരനും ഒക്കെ ഈ ഒരു കാര്യം പറയാം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മാനസികമായിട്ടൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു, ഭർത്താവ് അടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ ഇവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു അച്ഛൻ തന്നെ ഒരു ദിവസം മോളുടെ സംസാരിക്കുന്ന സമയത്ത്, അതായത് നേരിട്ട് കണ്ട് സംസാരിക്കുന്ന സമയത്ത് മുഖത്തൊരു പാടുണ്ടായിരുന്നു. എന്ത് പറ്റി മോളെ എന്ന് ചോദിച്ചപ്പം ജിസ്മോൾ പറഞ്ഞൊരു കാര്യം, ഞാൻ വീണതാണ് അച്ഛ എന്നാണ് പറഞ്ഞത്. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇതിനെപ്പറ്റി സംസാരിച്ച സമയത്താണ് ഇതേ കണക്ക് ഭർത്താവ് ഉപദ്രവിച്ചതാണെന്ന് പറഞ്ഞു. ആ സമയത്ത് എന്തുകൊണ്ട് മോളെ പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ എനിക്കവിടെ ജീവിക്കണം എൻ്റെ ഭർത്താവിൻ്റെ കൂടെ, അതുകൊണ്ടാണ് പറയാഞ്ഞത്, അച്ഛൻ പ്രശ്നം ഉണ്ടാക്കുമല്ലോ എന്നുള്ള പേടിച്ചിട്ടാണെന്നാണ് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് കുറച്ച് ഇടപെട്ടെങ്കിൽ അതങ്ങനെ കഴിഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ സമയത്ത് തോന്നിയ ഒരു കാര്യം, പുള്ളിക്കാരൻ മീഡിയസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് ബോൾഡായിട്ട് തീരുമാനങ്ങൾ എടുത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുമ്പോഴത്തേന് ആ ഒരു ബന്ധം വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പവും വരത്തില്ലായിരുന്നു. ഇപ്പോൾ ആ ഒരു കുട്ടികളും ജിസ്മോളും ഇപ്പം ഇവിടെ ജീവനോടെ കണ്ടേനെ. അത് വിട്ടിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഒത്തുതീർക്കാൻ ശ്രമിച്ചത്, ആ ഒരു വ്യക്തിയുടെ കൂടെ പോകാൻ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിനോട് താമസിക്കാൻ അനുവദിച്ചതാണ് ഇത്രയും ഒരു ലെവലിലേക്ക് കൊണ്ടുപോയത്. ആ ഒരു മരണത്തിൻ്റെ തലേ ദിവസം എന്താണ് ഒരു വീട്ടിൽ നടന്നത് എന്നുള്ളൊരു കാര്യം ഇതുവരെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. എന്താണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം പൂർണ്ണമായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല. ആ ഒരു ജിസ്മോളുടെ അതുപോലത്തെ കുട്ടികളുടെയൊക്കെ ആ ഒരു ശരീരം അവിടെ കൊണ്ടുവച്ച സമയത്തുണ്ടെങ്കിൽ ഈ ഒരു ഭർത്താവായിട്ടുള്ള ആ വ്യക്തി അവിടെ വന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ഭയങ്കരമായിട്ട് മീഡിയാസ് ആ ഒരു വീഡിയോസൊക്കെ എടുത്തിടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിച്ചത് ആ ഒരു ഭർത്താവിന് ഭയങ്കരമായിട്ടുള്ളൊരു പങ്കും കാര്യങ്ങളും ഉണ്ട്. സഹോദരനായിട്ടുള്ള ജിസ്മോളുടെ സഹോദരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ജിസ്മോളുടെ ബന്ധുക്കളുടെ കല്യാണത്തിനെങ്ങാനും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സമ്മതിക്കത്തില്ല, വെളിയിൽ വിടത്തില്ല. അതുപോലെ തന്നെ സമ്പാദിക്കുന്ന പൈസ മൊത്തം ഇങ്ങേരെ കയ്യിൽ തന്നെ കൊടുക്കണം.
അവസാനം എങ്ങനെ കല്യാണത്തിനോ എങ്ങനെ പോവുകയാണെങ്കിൽ കള്ളം പറഞ്ഞൊക്കെയാണ് സഹോദരൻ്റെ കൂടെ ജിസ്മോൾ പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇപ്പം ട്രെൻഡിങ് ആവുന്ന അല്ലെങ്കിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ജിസ്മോൾ 2020 ഇട്ട ഒരു പോസ്റ്റാണ്. ആ ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് എത്രയൊക്കെ പണം ഉണ്ടായിട്ടും കാര്യമില്ല, സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂടെ ജീവിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് തന്നെ ഇത്ര രീതിയിലുള്ള മാനസികമായിട്ടുള്ള ഉപദ്രവവും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ജിസ്മോൾ ആ ഒരു പോസ്റ്റ് ഇട്ടത്. 2020 തൊട്ട് 2025 വരെ എന്ന് പറയുമ്പോൾ ഒരു 5 വർഷം തന്നെ അത്രയും കഷ്ടപ്പെട്ട് മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ എക്സ്റ്റൻഡഡ് ലെവൽ ആയതുകൊണ്ടായിരിക്കാം ജിസ്മോൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു കടുംകൈ ചെയ്തത്. പക്ഷെ ആ സമയത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ജോലിയുണ്ട്, അച്ഛനും അമ്മയൊക്കെ സഹോദരങ്ങൾ സപ്പോർട്ട് ചെയ്യും, ഒറ്റക്കാലിൽ നിൽക്കുക, എന്നിട്ട് പോലും ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് വളരെ തെറ്റായിപ്പോയി. അതും ഒരു 2 കുട്ടികളെയും കൊണ്ടാണ് പോയത്. ജിസ്മോൾ ഇത്രയും നാളും കടിച്ചു പിടിച്ച് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അത്രയും സഹിക്കാൻ പറ്റിയിട്ടുണ്ട്. അത്രയ്ക്കൊരു ബോൾഡായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പറായിരുന്ന എല്ലാ രീതിയിലും നിൽക്കാൻ, അതായത് ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം തീരുമാനങ്ങൾ ഒത്തിരി ബോൾഡായിട്ട് എടുത്തിട്ട് ആ ഒരു വീട്ടിൽ നിന്ന് കുട്ടികളായിട്ട് ഇറങ്ങിയിട്ട് സ്വന്തമായിട്ട് വരുമാനമൊക്കെ ഉണ്ട്. അങ്ങനെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുക, അവർ സപ്പോർട്ട് ചെയ്തതിന് അതിലൊരു കുഴപ്പം വരത്തില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ വേറൊരു വീടെടുത്ത് മാറാനുള്ള സാമ്പത്തികമായിട്ടോ ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ മാറിയിട്ട് കുട്ടികളുമായിട്ട് ജീവിക്കാമായിരുന്നു. ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണമായിരുന്നു എന്നുള്ളൊരു കാര്യത്തിനാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യമുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുറേ അധികം പേര് ആ ഒരു ഭർത്താവൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമെങ്കിലും ആ ഒരു കുടുംബത്തിൽ അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം അവർക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് അല്ലാത്തതുകൊണ്ട് ഒരു കാര്യമാണ്. അവർക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല, അവർ വരുമാനം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്ന കുറേ അധികം പേര്. പക്ഷേ ജിസ്മോളെ പോലെ അത്രയും ബോൾഡായിട്ടുള്ള നല്ല രീതിയിൽ സമ്പാദിക്കുന്ന ഒറ്റക്കാലിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ഇതേ കണക്ക് ചെയ്യുമ്പോഴത്തേന് എന്താണ്, ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴത്തേന് ഒരു വീടെടുത്ത് മാറാവുന്നതേ ഉള്ളൂ. ഒരു പ്രശ്നം ആ സമയത്തില്ലായിരുന്നു. കാരണം ജിസ്മോൾ എടുക്കുമ്പോൾ ചിലപ്പം വീട്ടുകാരും നാട്ടുകാരും ഇതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അതായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ചിലധികം അല്ലെങ്കിൽ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇനി ഒരു പക്ഷേ ജിസ്മോൾ ഇതുപോലൊരു തീരുമാനം എടുക്കാതെ ഇത് മനഃപൂർവ്വം ആരെങ്കിലും, അതായത് ആ ഒരു കുടുംബക്കാർ തന്നെ ഈ ഒരു ജിസ്മോളെയും കുട്ടികളെയും എന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ളൊരു കാര്യത്തിൽ ആൾക്കാർക്കും ഡൗട്ടുണ്ട്. കാരണം ഇത്രയും ബോൾഡായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒറ്റക്കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ് ജിസ്മോൾ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ബോൾഡായിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ എന്നുള്ളൊരു കാര്യത്തിലും ഡൗട്ടുണ്ട്. കാരണം അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല, അതൊക്കെ ഭീരുക്കൾ ചെയ്യുന്നതാണ്, ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജിസ്മോൾ തന്നെ ഇതേ കണക്ക് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം ജിസ്മോളെയൊക്കെ എന്തെങ്കിലും ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ഘട്ടത്തിൽ സ്വന്തമായിട്ട് തോന്നി തന്നെ ചെയ്തായിരിക്കും. പക്ഷെ നമുക്ക് ജിസ്മോൾ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേന് അത്രയും ബോൾഡായിട്ടുള്ളൊരു വ്യക്തിയാണ്. നമുക്കങ്ങനെ പെട്ടെന്ന് അത് പോയി എന്ന് പറയും, ഇത്രയും വർഷം പിടിച്ചു നിന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് പോയെങ്കിൽ അതിനർത്ഥം തലേ രാത്രി എന്തോ അത്ര വലുതായിട്ട് എന്തോ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ നടക്കത്തില്ല എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്തായാലും ആ ഒരു കേസ് ഇപ്പോൾ അന്വേഷണം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് നമുക്കിനി മുമ്പോട്ട് വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. പോലീസ് അത് റൈറ്റായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കും, ആ ഒരു കണ്ടുപിടിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക. നിങ്ങളെന്താണ് ജിസ്മോളുടെ ഈ ഒരു മരണത്തെപ്പറ്റി ചിന്തിക്കുന്നതാണെന്ന് അറിയാൻ എനിക്കും താല്പര്യമുണ്ട്. അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.